ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോ ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3-4 ദിവസമായി ഡിസ്കൗണ്ട് തുടങ്ങിയിട്ട്. ഏപ്രിൽ മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങൾ ഈ വ്യക്തിയുമായി ആഗ്രഹിച്ച പ്രണയ സ്വാതന്ത്ര്യം ശത്രുക്കളിൽ നിന്നും ഉടൻ തന്നെ ലഭിക്കാൻ പോകുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒരുമിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകാം. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരണമെന്നും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിനൊന്നും ശത്രുക്കളുടെ സാന്നിധ്യം കാരണം നിങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരിക്കാം. ശത്രുക്കൾ നിങ്ങൾക്കിടയിലേക്ക് വരുന്നത് കൊണ്ടും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു സാന്നിധ്യം പോസിബിൾ ആക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത് സാധ്യമാവുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഒരു ലൈഫ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ, സ്വപ്നം കാണാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് തന്നെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഫ്രീഡം ആണ്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ശത്രുക്കളിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ളൊരു ചിന്താഗതി ഇല്ലായിരുന്നു. അതായത് എങ്ങനെയാണോ ജീവിതം ഇപ്പോഴുള്ളത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചോ ഈ വ്യക്തി ചിന്തിച്ചിരുന്നില്ല. എന്നാൽ നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ പാരൻസ് തന്നെ ആയിരിക്കാം. നമ്മൾ ഓരോ കേസിലും വ്യത്യസ്തരായിരിക്കും. ബട്ട് നമ്മൾ പറയാണ് ഇറ്റ്സ് എ ജനറൽ റീഡിങ്. സോ ഒരുപാട് എനർജീസ് വരും. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും തേർഡ് പാർട്ടി. ഓരോരുത്തരുടെയും തേർഡ് പാർട്ടീസ് വ്യത്യസ്തരായിരിക്കും. സോ നമുക്കിവിടെ ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അതിൽ നിന്നും ഒരു മുക്തി നേടണം, അല്ലെങ്കിൽ ശത്രുക്കളുടെ ബന്ധനങ്ങളിൽ നിന്നും ഒരു മുക്തി നേടണം, സ്വാതന്ത്ര്യം നേടണം എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണോ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എത്രയോ വലിയ കാര്യമാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. സോ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, കാരണം ഫ്രീഡം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പല വ്യക്തികൾക്കും തൻ്റെ സ്വന്തം ജീവിതത്തിൽ ഇന്ന് വരെ ശരിയായിട്ടുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യം അനിവാര്യമാണെന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്, ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. സോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല യു ഓൾറെഡി ഹാവ് ഓൾ ദി ആൻസേഴ്സ് എന്നാണ്. അതായത് ഈ പേഴ്സൺ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഈ പേഴ്സന്റെ ജീവിതം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആരൊക്കെ എന്തൊക്കെയോ തീരുമാനിക്കുന്നു, ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നു, അവരായിട്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ വരുന്നത് പോലെ വരട്ടെ എന്നുള്ളൊരു രീതിയായിരുന്നു ഈ പേഴ്സന് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സൺ തിരിച്ചറിയുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ എല്ലാ ഉത്തരങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ പേഴ്സന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അതാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചോദ്യങ്ങളും ഈ വ്യക്തിയുടെ കൈകളിലുണ്ട്. ഈ വ്യക്തിയുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ വ്യക്തിയുടെ കൈകളിൽ തന്നെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങളായിട്ട് സംഭവിച്ചു പോയിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, നല്ല കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ എക്സ്ക്യൂസസ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നത് പോലും ഈ വ്യക്തിയുടെ കൈകളിലുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ്
അങ്ങനെ ആയത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് ആ ഒരു സ്വയം ഉത്തരം കണ്ടെത്തുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോറി, ഈ ഒരു കാർഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. മേക്ക് ദ എഫേർട്ട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അതെ, അതായത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഓക്കെ, എഫേർട്ട് എടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ പല സാഹചര്യങ്ങളിൽ ഈ പേഴ്സൺ നല്ല രീതിയിൽ പരിശ്രമിക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ട്. പലപ്പോഴും റിലേഷൻഷിപ്പ്, ഈ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് പോലും ഈ പേഴ്സൺ ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിൽ, ഒട്ടും സംരക്ഷിക്കാത്ത രീതിയിൽ വിട്ടുകളഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ തേർഡ് പാർട്ടിക്കായിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്, അവരാണ് ശരിയെന്ന് വിചാരിച്ചിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ എന്താ പറയാ, ഹാർഡ് വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ മുൻകൈ എടുത്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വഴിയാധാരമായി പോകും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇല്ലാതെയായി പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഓവർകമ്മിങ് ഒബ്സ്റ്റക്കിൾസ് ആണ്, അതായത് തടസ്സങ്ങളെ മറികടക്കാനുള്ള ഒരു ആർജവമാണ് ഈ വ്യക്തിയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ദ ഗോട്ട് ആൻഡ് ദ വില്ലോ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വില്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സാഡസ്റ്റ് ആയിട്ടുള്ള എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. ഓക്കെ, ഇപ്പൊ നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ആ വിഷമങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, ആ വിഷമങ്ങളെല്ലാം എഴുതി മാറ്റിക്കൊണ്ട്, വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആ വിഷമത്തിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ തടസ്സങ്ങളെ മറികടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. എന്തൊക്കെ പ്രോബ്ലംസ് ആണോ ഈ വ്യക്തിയുടെ മുന്നിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്, അതെല്ലാം തന്നെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവമാണ് ഈ വ്യക്തി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ദ ഷീപ്പ് ആൻഡ് ദ ബ്ലാക്ക് ബെറി ആണ്, ഡിവോഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. പ്രാർത്ഥനയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തി വളരെയധികം എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, ദൈവത്തിൽ വിശ്വാസമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. ഇല്ലെങ്കിൽ ഇനിയിപ്പോ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ നിന്നിരുന്ന, അതായത് നമ്മൾ പറയില്ലേ വിധിക്ക് വിട്ടുകൊടുക്കാന്ന് പറയില്ലേ, വിധി എന്താണോ വിധിച്ചേക്കുന്നത് അതുപോലെ വരട്ടെ എന്ന് പറയുന്ന ഒരു എനർജി, അങ്ങനെയും ആയിരിക്കാം. ഇപ്പോൾ ഈ വ്യക്തി അങ്ങനെ നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം ഡിവോഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ഡിവോഷൻ തന്നെ വേണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡിവോഷൻ എന്ന് പറയുന്നത് ഭക്തിനെയാണ് സൂചിപ്പിക്കുന്നത്, പ്രാർത്ഥനയെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയിലൂടെ തനിക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മനസ്സിന് ഒരു മനോബലം, നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഒരു മനോബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടും. ഓക്കെ, എൻ്റെ കൂടെ എൻ്റെ ഈശ്വരൻ ഉണ്ട്, ഭഗവാൻ ഉണ്ട് എന്ന് ഒരു ചിന്ത വരാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയും കൂടി ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിലൂടെ ഈ വ്യക്തിക്ക് ഒരുപാട് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നു. ദ കെയർ ഗീവർ ആണ് ഇവിടെ. ഈ പേഴ്സൺ നിങ്ങളെ കെയർ ചെയ്യാതെ പല സാഹചര്യത്തിലും പിന്നിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പല സാഹചര്യത്തിലും ഈ വ്യക്തിയുടെ സ്നേഹം ആഗ്രഹിച്ചിട്ടുണ്ട്, പല സാഹചര്യത്തിലും ഈ വ്യക്തിയുടെ കെയറിങ് സ്നേഹം എല്ലാം തന്നെ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പേഴ്സൺ അത് തരാനായിട്ട് പറ്റിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആ ഒരു കെയർ ഗിവിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങൾക്ക് എപ്പോഴും എല്ലാമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക്, നിങ്ങളുടെ സ്നേഹത്തിന്, അങ്ങനെ എല്ലാത്തിനും നിങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ കെയർ കിട്ടേണ്ട സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഈ നിങ്ങൾ പലപ്പോഴും ഒരു ആശ്വാസവാക്കെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അത് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ റിലേഷൻഷിപ്പിലെ പോരായ്മകൾ,
അത് ശത്രുക്കളുടെ സാന്നിധ്യം കൊണ്ടും കൂടിയാണ് അതൊക്കെ ഈ വ്യക്തിക്ക് ചെയ്യാതെ പറ്റാതെ പോയത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ പേഴ്സൺ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നു. നിങ്ങളെ കെയർ ചെയ്യണമെന്നും സ്നേഹിക്കണമെന്നും നിങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. ഈ ഒരു എനർജിയും കൂടിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ദ ഔട്ട്സൈഡർ ആണ്. ഇവിടെ പുറത്ത് നിൽക്കുന്ന ആളുകളിലേക്കാണ് ഈ പേഴ്സന്റെ ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളും ഈ പേഴ്സണും കൂടി ചേരുന്നതാണ് ഈ ഒരു പ്രണയബന്ധം. ഇവിടെ അനാവശ്യമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെ പുറന്തള്ളപ്പെടുക, അല്ലെങ്കിൽ അവരെ പുറന്തള്ളിക്കളയുക. അതാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതായത് അനാവശ്യമായിട്ടുള്ള വ്യക്തികളെ കളയുക, അവരുടെ ആവശ്യമില്ല. മനസ്സിലായോ? അതാണ് ഔട്ട്സൈഡേഴ്സിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അനാവശ്യമായി ഭീതി തോന്നിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാകാം, ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരുണ്ടാകാം, കോൺഫിഡൻസ് കളയുന്ന ആൾക്കാരുണ്ടാകാം. അപ്പോൾ അത്തരം ആൾക്കാരിൽ നിന്നൊക്കെ ദൂരേക്ക് മാറി നിൽക്കാം. അതായത് അത്തരം ആൾക്കാരുടെ ആവശ്യം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങളും ഈ പേഴ്സണും അല്ലാണ്ട് അനാവശ്യമായിട്ട് ഒരുപാട് എനർജീസ് ഉണ്ട്. അപ്പൊ അത്രയും എനർജീസിന്റെ ആവശ്യമില്ല എന്നും എന്താ പറയാ, നിങ്ങളും ഈ പേഴ്സണ് മാത്രം മതി എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഏപ്രിൽ മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.